ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ? അതെ അതെ, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത കാരണം എന്താ ചോദിച്ചാല്, ഒരു വെഡിങ്ങിന് കുറേ ഭയങ്കര പ്ലാനിങ്, കുറേ പേര് അങ്ങനെ ഇങ്ങനെ അങ്ങനെ 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 ഭയങ്കര ഇതല്ലേ. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അതൊരു വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ നടത്തുന്നത്. ഓക്കെ. എനിക്ക് വലിയ ഫങ്ഷൻസിനോട് താല്പര്യമില്ല. ഓക്കെ. കിട്ടിയ ഒരാളും അങ്ങനെ തന്നെ ഒരാളും കറക്റ്റ് അല്ലേ? ആ ഒരു ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആകെ 10 മിനിറ്റ് ഉണ്ടായിരുന്നു. 10 മിനിറ്റ് ചെല്ലുക. ഓക്കെ അതല്ലേ ഒരൊറ്റ പീസാണത്. അതിലങ്ങനെ വേറെ ആർക്കും കൊടുക്കാൻ തോന്നിയില്ല. സോ ഐ പിക്ക് ദ റൈറ്റ് വൺ. ഡിസൈൻ ചെയ്തതാണോ അത്? പിന്നെ കാണിച്ചു കൊടുത്തതായിട്ട്? ഇല്ല, സർപ്രൈസ് ആണത്. പള്ളിയിൽ എത്തുമ്പോ കാണട്ടെ. സർപ്രൈസ് ആവോ? ചിലപ്പോ. മകനെ വർക്കിന്റെ ഭാഗമായിട്ടാ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണേ. സോ ഗ്രാജുവലി അങ്ങനെ ഒരു നല്ല സൗഹൃദം ഉണ്ടായി. പിന്നെ അത് പതിയൊരു ഇഷ്ടത്തിലേക്ക് മാറി. അങ്ങനെ ഇങ്ങനെയായി. ഇതൊക്കെ ചോദിക്കുമെന്ന് ഓർത്തിട്ടാണ് കല്യാണം സിമ്പിൾ ആക്കാന്ന് വിചാരിച്ചത്. എന്നാലും ചോദിക്കും എങ്ങനെയുണ്ട് കാണാൻ. ആ പൊടിയല്ലേ? അവനൊന്നും അറിയത്തില്ലായിരുന്നു. ഇന്ന് രാവിലെ അറിഞ്ഞത് എന്റെ കല്യാണം. എവിടെ എത്തി? ആണോ? എല്ലാം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മളീ കാണുന്ന ആൾക്കാരിൽ നിന്നും എന്തൊക്കെയോ വ്യത്യാസം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എനിക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തു. മോർ ദാൻ ദാറ്റ് ഭയങ്കര ജെനുവിൻ ആണ്, ബ്രൂട്ടലി ഓണസ്റ്റ് ആണ്. അങ്ങനെ പതപ്പിക്കൽ സ്വഭാവമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊഫഷണൽ ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും എനിക്ക് എന്തുണ്ടെങ്കിലും വളരെ ഓപ്പൺലി എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയും തിരിച്ചെന്നോട് അതുപോലെ തന്നെ എത്തുകയും ചെയ്യുന്ന ഒരാളാണ്. സോ ഫോർ മീ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ടത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാം കൊണ്ടും ഹീ ഈസ് ദ വൺ ആൻഡ് ഹീ ഈസ് ദ ബെസ്റ്റ്. വാക്കാമോ കല്യാണം കഴിച്ചിട്ട് വരാം. ഇല്ല, താലി കിട്ടിയ മൊമെൻറ്റ് പെട്ടെന്നങ്ങ് കഴിഞ്ഞു. എന്താ കഴിഞ്ഞെന്ന് പോലും ചിന്തിക്കാൻ സമയം കിട്ടാത്ത രീതിയിൽ പെട്ടെന്നങ്ങ് കഴിഞ്ഞുപോയി. പിന്നെ നമ്മൾ കുറേ കാലമായിട്ട്, കുറച്ച് നാളായിട്ട് കാത്തിരുന്നൊരു മൊമെൻ്റ് ആണല്ലോ. അതുകൊണ്ട് എവിടെയോ കണ്ടു പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് പോസ് ചെയ്ത് നമ്മുടെ മെമ്മറിയിലേക്ക് ഒരു സ്നാപ്പ് എടുത്തു. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചെന്ന് ഓർമ്മയില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. 9 years ആയിട്ടുള്ളൊരു സൗഹൃദമല്ലേ, അതിനൊരു അടുത്തൊരു ലെവലിലേക്കുള്ളൊരു ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതിൻ്റെ ഒരു സന്തോഷം കൂടിയ ഇമോഷൻ സിറ്റുവേഷൻ. കുറെ നാളത്തെ കാത്തിരിപ്പാണ്, അപ്പോഴാണത് സഫലമായത്. പിന്നെ മോള് പോകുന്നതിന്റെ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ, അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതൊഴിച്ചാല് ഹാപ്പി.